ഗൈസ്, അങ്ങനെ അത്ഭുതകരമായി ഞാൻ താഴെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രയാണം തുടരും. ഓ ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് രാത്രി തങ്ങാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഫുള്ള് യാത്ര കഴിഞ്ഞ് ഇവിടെ കിടക്കാം. നല്ല വിശപ്പുണ്ട്. ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് KFC കഴിക്കാം. അതൊരു പ്രത്യേക എനർജി തരും. ഈ സവാരി അതിശയകരമാണ്. ഇതിന്റെ കൂടെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. വഴിക്ക് വെച്ച് കിട്ടിയതാണ്. ഇനി വിടുന്ന പ്രശ്നമില്ല. ഗൈസ്, കയ്യിൽ പൈസയൊന്നുമില്ല. നമുക്ക് മെല്ലെ അടുക്കള വഴി ഉള്ളിൽ കയറാം. ഏത് മൂഡ്? കള്ളൻ മൂഡ്. ഇനി ഇവിടെ തന്നെ ആയിക്കോട്ടെ താമസം. നല്ല ഉഷാർ ചിക്കൻ. ഇവിടെ അധിക നേരം നിൽക്കാൻ പറ്റില്ല. എനിക്ക് അവരുടെ രഹസ്യ ചെറുവയുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയി വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതൊന്ന് കുറിച്ചെടുത്തോളൂ. ഞാനാണ് ബിഗ് ഫുട്ട്, 7 അടി പൊക്കമുള്ള ഒരു സുന്ദരൻ രോമരാജൻ. ഈ കാടിനെയും നിങ്ങളുടെയൊക്കെ പ്രചോദനത്തെയും രക്ഷിക്കാൻ പോകുന്ന പോലെ ഞാനിതാ ഒരു കുതിരപ്പുറത്ത് സവാരിയെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബാലൻസ് ഒട്ടുമില്ലാത്ത, വൃത്തിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത, കാട്ടിൽ കഴിയുന്ന എന്നെ പോലെ ഒരു അത്ഭുത ജീവിക്ക് ഈ ഗംഭീര മൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യാമെങ്കിൽ എങ്കിൽ എന്റെ സുഹൃത്തെ, നിങ്ങൾക്കും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ സാധിക്കും. എനിക്ക് കുതിരയെ ഓടിക്കാൻ അറിയാമോ? ഇല്ല. എന്നിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ടോ? കാരണം വിജയം എന്നത് എല്ലാം അറിയുന്നതിലല്ല, ജീവിതം ഒരുപാട് വേഗത്തിൽ പായുമ്പോൾ അതിൽ മുറുകെ പിടിച്ച് യാഹൂ എന്ന് ആർത്തു വിളിക്കുന്നതിലാണ്. അതുകൊണ്ട് എഴുന്നേക്ക്, പുറത്തിറങ്ങ്. ഇനി ജീവിതം നിങ്ങളെ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇട്ടാൽ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുക. കുറ്റം മുഴുവൻ കുതിരയുടെ തലയിൽ വെക്കുക. എന്നിട്ട് ഒരു 1.5 സ്റ്റൈലിൽ തിരികെ കയറുക. യോ ബോയ്സ്, അളിയൻ പെട്ടു. ഇനി മോട്ടിവേഷൻ പിന്നെ. ഇതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഗൈസ്, ഞാൻ കുറച്ചു മുമ്പേ ഒരു പെട്ടി കണ്ടിരുന്നു. അത് ഞാൻ എടുത്തു. ഇനി ഈ ഭൂതത്തിന്റെ ആണോ അത്? ചാറ്റ്. ഇപ്പൊ ഞാൻ അവന്റെ അടുത്തുനിന്ന് കുറെ ദൂരെയാണ്. ഇനി നമുക്ക് അവന്റെ പെട്ടി തുറന്നു നോക്കണം. അളിയൻ ഒരാളെയും വെറുതെ വിടാറില്ല. സുഹൃത്തുക്കളെ, ഇതാണ് അവന്റെ പെട്ടിയിലുള്ളത്. അപ്പൊ ഇനിയൊന്നും നോക്കണ്ട, അങ്ങ് തീർത്തേക്കാം. യോ ചാറ്റ്, രോമരാജന്റെ യഥാർത്ഥ പവർ ഇവനിക്കറിയില്ല. ഇനിയാണ് എന്റെ കളികൾ തുടങ്ങുന്നത്. അളിയൻ ജയിച്ചു. എനിക്കിവിടെ BGM ഇട്ട് തരാൻ ആരുമില്ല. നിങ്ങൾ മ്യൂസിക് ഐക്കൺ ചാറ്റിലിടുക. അളിയനൊന്ന് സന്തോഷിക്കട്ടെ. ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഞാൻ ഇവനെ അങ്ങ് പൊക്കി. ഇനി നേരെ വീട്ടിലോട്ട്. ഇനി അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇവനൊരു വീട് റെഡിയാക്കണം. ഇവന് പറ്റിയ ഒരു പേര് ചാറ്റിലിടുക. അപ്പൊ അളിയൻ ഇനി അടുത്ത വീഡിയോയിൽ